ചാലക്കുടി മനോജിന്റെ ശിക്ഷണത്തിൽ ചിന്തുപാട്ട് അഭ്യസിച്ച 5-അംഗ കുട്ടിസംഘം അരങ്ങേറ്റം കുറിച്ചു. മനോജിന്റെ 15-അംഗ ശിക്ഷണത്തിൽ 1 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം നടത്തിയത്. PM കീർത്തിക, PS ആവണി, വൈഷ്ണവി രാജേഷ്, ദേവിക പ്രകാശ്, PS ആദിദേവ് എന്നിവരാണ് കലിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. അരങ്ങേറ്റ വിദ്യാർത്ഥി സംഘത്തിന് ഇതിനകം 5ഓളം പരിപാടികളുടെ ബുക്കിംഗ് ലഭിച്ചു. പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരനായിരുന്ന PR കുട്ടനാണ് മനോജിന്റെ പിതാവ്. അച്ഛന്റെ ശിക്ഷണത്തിൽ മനോജ് ശാസ്താംപാട്ട്, ഉടുക്കുപാട്ട്, ഓണംകളി, നാടൻപാട്ട്, വാമൊഴിപ്പാട്ട്, തുടിപ്പാട്ട്, മരംകൊട്ടിപ്പാട്ട് എന്നിവ സ്വായത്തമാക്കി. കഴിഞ്ഞ 25 വർഷമായി മനോജ് അയ്യപ്പൻ വിളക്കിന് ക്ഷേത്ര നിർമ്മിതി മുതൽ ശാസ്താംപാട്ടും ചിന്തുപാട്ടും അവതരിപ്പിക്കുന്ന മേഖലയിൽ സജീവമാണ്. വൃശ്ചികം 1 മുതൽ ധനുമാസം പകുതി വരെയാണ് ശാസ്താംപാട്ടിന്റെ സീസൺ. ശാസ്താംപാട്ടിനൊപ്പം പാലക്കൊമ്പെഴുന്നള്ളിക്കൽ, ദീപാരാധന, എതിരേൽപ്പ് എന്നീ ചടങ്ങുകൾക്കാണ് ചിന്തുപാട്ടുകൾ അരങ്ങേറുക. ചിന്തുപാട്ടിന്റെ പ്രത്യേകതരം ഒടുക്കാണ് ഉപയോഗിക്കുന്നത്. ശ്രുതിയോടുകൂടി താളത്തിൽ തുടങ്ങി ഗണപതി സ്തുതിയോടെയാണ് തുടക്കമിടുന്നത്. ഗണപതി സ്തുതിയിൽ ഏറെ പ്രയാസം നിറഞ്ഞ ശങ്കരമഞ്ജരി എന്ന കീർത്തനത്തിന് ശേഷം സരസ്വതി വർണ്ണന, സുബ്രഹ്മണ്യ സ്തുതി എന്നിവയും പാടും. തുടർന്ന് പാലാഴി മർദ്ദന കഥയും ഹരിഹരസ്തുതി കീർത്തനങ്ങളും സുബ്രഹ്മണ്യ കീർത്തനങ്ങളും പാടും. ശാസ്താംപാട്ടിനൊപ്പം തന്നെ ഇടയ്ക്കിടെ ചിന്തുപാട്ടും കൊട്ടിപ്പാടും. പഴയകാല പാട്ടുകൾക്ക് തന്നെയാണ് കൂടുതൽ പ്രിയം. അന്യം നിന്ന് പോകുമായിരുന്ന ചിന്തുപാട്ടെന്ന ജനകീയ കലയെ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാനായ സന്തോഷത്തിലാണ് മനോജ്. മീഡിയ ടൈം, ചാലക്കുടി.